ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇന്ന് May 20th ഇന്ന് തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജകുമാരിയിലാണ്. ട്രിവാൻഡ്രത്തെ രാജകുമാരിയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഗോൾഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഗോൾഡ് ആയിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന റിങ് നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഡയമണ്ട് സെക്ഷനാട്ടോ നോക്കിയത്. ഡയമണ്ട് റിങ്സാണ് കൂടുതൽ നോക്കിയത്. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിലിട്ടിട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കൺഫേം ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നീട് ഞാൻ ആലോചിച്ചത് എനിക്ക് കറക്റ്റ് സൈസ് അറിയത്തില്ല കേട്ടോ. എന്നേക്കാളും കുറച്ചൊരു പൊടിക്ക് വലുത് വേണ്ടിയതുള്ളൂ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ഞാൻ അവിടെ ചെന്നിട്ട് ഇനി ചെറുതാണെങ്കിൽ പിന്നെ അതങ്ങ് ആകെ ശശിയാവും. മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ പോലും എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നോസ് പിന്നൊക്കെയാണ് നോക്കിയത്. അങ്ങനെ ഞാൻ ഡയമണ്ടിൽ തന്നെ നോസ് പിൻ നോക്കി വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് എനിക്കൊരു നോസ് പിൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. 6 ഡയമണ്ടിൻ്റെ കല്ല് വരുന്ന ഒരു നോസ് പിന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ തോന്നി അമ്മയ്ക്ക് ഉറപ്പായിട്ട് നല്ല ചേരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതാട്ടോ വാങ്ങിയത്. ഈ ഒരു നോസ് പിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എന്തായാലും കൺഫേം ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്നാണ്. ഓക്കെ, മൂക്കുത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൂക്കുത്തിയാണ് എടുത്തിട്ടുള്ളത്. റിങ് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മുടെ ഫേസ് ആയിരിക്കും എല്ലാവരും ആദ്യം നോക്കണം. അപ്പം മൂക്കുത്തിയാണ്. അപ്പം എന്തായാലും ഡയമണ്ട് മൂക്കുത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. സർപ്രൈസ് ആയിട്ട് നമുക്കത് കൊടുക്കാം കേട്ടോ. നാളെയാണ് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കണം. സർപ്രൈസ് ആയിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മളിത് ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനം ഇപ്പോൾ കിട്ടും. ഇത് കിട്ടിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രോഡക്റ്റ് അതായത് നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ചോദിച്ചു, ഇവിടുത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് എൻ്റെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എല്ലാം അവിടുത്തെ ഒരു സെക്ഷൻ, അതായത് റൂബി അങ്ങനത്തെയൊക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, നെക്ക് പീസസ് ഒക്കെ. അപ്പം അതൊക്കെ എൻ്റെ ഒന്ന് അവർ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. എന്തായാലും പൈസ ചിലവാകുന്ന കാര്യമല്ലല്ലോ. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുവാണ് കേട്ടോ. അപ്പം ഒരു സെറ്റ് എനിക്ക് ഇപ്പോൾ നെക്ക് പീസുകളും ഒക്കെ എൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ലാസ്റ്റ് ടൈം എൻ്റെ കല്യാണത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇപ്പോഴാണ് കേട്ടോ. അതിങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ അവരെനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് ഇട്ട് തരുവാണ്. എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ പേജിലിടാനാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ അവർ ബാംഗിൾസും ഉണ്ട് കേട്ടോ. റൂബിയുടെ തന്നെ നല്ല ഭംഗിയുള്ള ബാംഗിൾസ് ആട്ടോ. അതും ഇടാൻ പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സംഭവം കൊള്ളാം, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ ലൈറ്റിൽ ഈ ഗോൾഡൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം മിററിലൊക്കെ എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ അഭിനയമാണ് കേട്ടോ ഇതൊക്കെ. അപ്പം എന്തായാലും വേറെ ചിലവില്ലാത്ത കാര്യമായതുകൊണ്ടും ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് നോക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്.
പോവുകയാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു നോസ്പിനാട്ടോ വാങ്ങിയത്. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഡയമണ്ടിൻ്റെ നോസ്പിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ അമ്മയുടെ റിയാക്ഷൻ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ നമ്മളതാ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് സർപ്രൈസ് ഒരു ബാഗിൽ ഒളിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഡേറ്റ് May 20 ആണ്. അതായത് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ഡേറ്റ് ആണ്. പക്ഷേ ഞാൻ ശശിയായി കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെയാണ് അച്ഛൻ പറയുന്നത് അമ്മയുടെ ഡേറ്റ് മാറി. അതായത് ജാതകം എന്തോ നോക്കിയ സമയത്ത് ഡേറ്റ് മാറി. May 20 അല്ല വരുന്നത്, March 1 ആയിരുന്നു. അപ്പോൾ ഓൾറെഡി അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പം ആരെ ശശിയായി? ഞാൻ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം അറിയാത്ത ഭാവം പോലെ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങി. May 20 ബർത്ത്ഡേ ആണല്ലോ, അതായത് ഇന്ന്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഒരു നോസ്പിനാണ്. അത് മാത്രമല്ല കേട്ടോ, അമ്മയും ഞാനും മിണ്ടത്തില്ല. ചെറിയൊരു സൗന്ദര്യപ്പിണക്കമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കൊടുക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് അങ്ങനത്തേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ നോസ്പിന്. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ രാജകുമാരി എന്നാട്ടോ വാങ്ങിയത്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. എനിക്കിഷ്ടപ്പെട്ടു. MG റോഡ് രാജകുമാരി എന്നാണ് വാങ്ങിയത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഒറ്റ കൈ വെച്ചാട്ടോ ചെയ്യുന്നത്. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് കേട്ടോ. 6 ഡയമണ്ടിൻ്റെ കല്ല് വരുന്ന നോസ്പിനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്താണ്. അടിപൊളി സാധനം, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, കണ്ടപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പിന്നെ റിങ് ഒക്കെ നോക്കിയായിരുന്നു. പക്ഷേ കൈയുടെ അളവ് എങ്ങനെ വരും എന്ന് ഇതാകുമ്പോൾ ഫേസിലാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി വേറൊന്ന് തന്നെയായിരിക്കും. എന്തായാലും നമുക്കിത് കൊടുത്തു നോക്കാം. എന്തായാലും വലിയ റിയാക്ഷനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം പിണക്കത്തിലായതുകൊണ്ട്. എന്തായാലും ഇതെപ്പോൾ കൊടുക്കും എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ. ഞാനപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോവുകയാണ്. പോയിട്ട് വന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം. അതുവരേക്ക് നമുക്ക് സൂക്ഷിച്ച് ഒളിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, ഓക്കെ. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ. ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കിത് ഹോസ്പിറ്റൽ ഡേയും കൂടെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇത് വാങ്ങാൻ പോയ സമയത്ത് അവിടുത്തെ ജ്വല്ലറിയിൽ ചേട്ടൻ വന്ന് ചോദിച്ചു, ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് തന്നാലും ഒന്ന് ഇരുന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് നമുക്ക് ചുമ്മാ ഇട്ട് നോക്കുന്നുള്ളൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ പോയി ഇരുന്നു. അപ്പോൾ അവർ എനിക്ക് കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് തന്നു കേട്ടോ. നല്ല രസമുണ്ട്. അതൊരു രസമല്ലേ, ഫ്രീ ആയിട്ടല്ലേ, ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി സമയമില്ല, എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോകണം. പോയിട്ട് കാണാം. ഓക്കെ, ഹേ ഗായ്സ്. അപ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുത്താലോ അല്ലേ? ഞാൻ മിണ്ടാത്തത് കൊണ്ട് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഗിഫ്റ്റ് കൊടുത്താലോ? കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. അത് കുഴപ്പമില്ല. ഇത് കേക്കൊന്നും അല്ലല്ലോ, ഇത് കേക്കൊന്നും അല്ല, കേക്കല്ല, ഇത് ഗിഫ്റ്റാണ്. ഇത് ഗിഫ്റ്റാണ്. അവിടെ ഒന്ന് നോക്കിയേ പറ്റുള്ളൂ. അവിടെ ഒന്ന് കേക്കല്ല, നോക്കാനേ പറഞ്ഞുള്ളൂ. ഇത് ഡയമണ്ട് മൂക്കൂത്തിയാണ്. ഇഷ്ടപ്പെട്ടാ? അതിട്.
ഗൈസ് ഈ സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.